ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുവിസ് കലവറയിലേക്ക് സ്വാഗതം. റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. മോര് കാച്ചിയത് എന്ന് പറയുമ്പോൾ എല്ലാവരും സാധാരണ പറയും മോര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മോര് നല്ലപോലെ തിളപ്പിച്ച് ഇത് കുറേ ദിവസം കേടുകൂടാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ ഈ പൈനാപ്പിൾ മോര് കാച്ചിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒട്ടും താമസിക്കാതെ പൈനാപ്പിൾ മോര് കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ പൈനാപ്പിൾ മോര് കാച്ചിയത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളാണ്. അതിനെ ഇതുപോലെ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസസ് ആക്കരുത്, ചെറിയ ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ക്ലീൻ ആക്കി സെൻറ്ററെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം മീഡിയം സൈസിലാക്കി കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി നമ്മൾ എടുത്തേക്കുന്നത് ഒരു മൺചട്ടിയാണ്. നാടൻ റെസിപ്പി അല്ലേ, അപ്പോൾ നമുക്കൊരു മൺചട്ടി ഉപയോഗിക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഈ മോര് കാച്ചത് നമ്മൾക്ക് കുമ്പളങ്ങയോ അല്ലെങ്കിൽ മാങ്ങയോ പിന്നെ വെള്ളരിക്കയോ ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇതുപോലെ എണ്ണയിനകത്തിട്ട് വാട്ടേണ്ട ആവശ്യമില്ല. അതിന് പകരമായി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം സെയിം ആയിട്ട് ചെയ്താൽ മതി. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കരിവേപ്പിലയാണ്. കൂടെ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് ഈ പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് വാടി കിട്ടട്ടെ. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ പൈനാപ്പിളിൽ വെള്ളം ചുവയ്ക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെയുള്ള കഷ്ണങ്ങളാണ് എടുക്കണമെങ്കിൽ നമ്മൾക്കത് വെള്ളം ഒഴിച്ച് വേവിക്കാം. പക്ഷേ പൈനാപ്പിൾ നമ്മൾക്ക് നല്ല വെളിച്ചെണ്ണയിലിട്ട് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോര് കാച്ചിയതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി കിട്ടും. പൈനാപ്പിൾ ഒന്ന് നല്ലപോലെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമ്മൾക്ക് അരപ്പൊന്ന് ശരിയാക്കി വെക്കാം. അരപ്പിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങയാണ്. തന്നെ നമ്മൾക്ക് തിരുമിയ തേങ്ങ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഫുള്ള് വേണമെന്നില്ല, ഒരു നുള്ളോളം ഉലുവ എടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഉലുവ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ഉലുവ ആയിപ്പോയി കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളോളം ഉലുവ മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ 4 അല്ലി വെളുത്തുള്ളി, അതിന് പകരം ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 വെളുത്തുള്ളിയുടെ അല്ലി കൂട്ടി ചേർക്കുക. പച്ചമുളക് കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചു കൊണ്ടുവരാം. അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ അരയാൻ ശ്രദ്ധിക്കണം. അപ്പോഴേക്ക് നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് അരക്കണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ തൈര് തന്നെ ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് അതും കൂടെ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 കപ്പ് തൈരാണ്. അപ്പോൾ ഈ തൈര് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുളിയുള്ള തൈരാവരുത്, പക്ഷേ എന്നാൽ ആവശ്യത്തിനുള്ള പുളി വേണം തന്നെ. നമ്മൾക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. പക്ഷേ അടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ അടുത്ത് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ മിക്സിനകത്താൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വിപ്പ് ബട്ടൺ വെച്ച് ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം. കൂടുതൽ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ മോര് പോലെ ആയിപ്പോവും, അപ്പോൾ ഒത്തിരി ലൂസായി പോവും. ആ തൈരും കൂടെ നമ്മൾക്ക് ഈ അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സമയത്ത് തുടങ്ങി നമ്മളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കംപ്ലീറ്റ് ആയിട്ട് സ്ലോ ആക്കി വെക്കുക. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ സാധാരണയായി എല്ലാവരും പറയുന്നതാണ് തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ ഞാൻ എങ്ങനെ ഇതിനെ തിളപ്പിച്ച് നല്ല കട്ടിയാക്കി ഒട്ടും തൈരൊന്നും പൊട്ടാതെ എങ്ങനെ ഈ മോര് കാച്ചിയത് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ ഒന്നും കൂടെ പറയുക, അത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലവണ്ണം സ്ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കുന്ന കയ്യിൽ തവി എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രം ഇളക്കുക. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കാതെ ഒരേ ഡയറക്ഷനിൽ മാത്രം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൈരും ഈ അരപ്പിലും കൂടെ നല്ലപോലെ ഒന്ന് തിള വരണവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾക്ക് കൈ വിട്ടൊന്ന് മാറ്റിയാലും സാരമില്ല.
ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ചെറിയ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് നമ്മുടെ മോരുകാച്ചിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വരെ നമ്മൾക്ക് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ തിളക്കണ കാരണം നമ്മൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ കറി നമ്മൾ പുറത്ത് വെച്ചാലും 2-3 ദിവസത്തേക്ക് ഒട്ടും കേടാവില്ല. ഞാനാണ് അതിൻ്റെ ഗ്യാരണ്ടി. നമ്മൾക്കറിയാം തേങ്ങ ഇട്ട മോരുകാച്ചത് വേഗം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മോരുകാച്ചത് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇതുപോലെ എടുക്കണ കാരണം പെട്ടെന്ന് കേടുവരില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നല്ലപോലെ മോര് കാച്ചത് നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് പൊട്ടിയ ഒരു ലക്ഷണവുമില്ല. സാധാരണ നമ്മൾ മോരൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളം വേറെയും പിന്നെ ഇതെല്ലാം പിരിഞ്ഞ് വേറെ സെപ്പറേറ്റ് ആയി പോകും. പക്ഷേ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും ഈ മോര് കാച്ചത് നമ്മുടെ ഒരിക്കലും പൊട്ടാതെ നല്ല സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മോര് കാച്ചത് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേച്ചിയമ്മയാണ് ഇതിൻ്റെ എല്ലാ ടെക്നിക്കും പറഞ്ഞു തന്നത്. ഇപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി ഇതിൻ്റെ ഒന്ന് കൺസിസ്റ്റൻസിയും പിന്നെ ഇതിൻ്റെ ടെക്സ്ചറും ഞാൻ കാണിച്ചു തരാം. നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് കാണാം ഒരു പൊട്ടലോ അതിൻ്റെ പിരിയലോ ഒന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള പോലത്തെ ചെറിയ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഷുവറായിട്ട് ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും പിന്നെ ഇതുപോലെ തന്നെ പിരിയാത്ത മോര് കാച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇരുന്ന് കഴിയുമ്പോഴും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും കൂടെ കട്ടിയാവും. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലൊരു ചെറിയ ജോലി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായി ആദ്യം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. അതിനുശേഷം മുളക് പൊടി നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾക്ക് ഈ മോര് കാച്ചത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ച ഈ കൂട്ട് മോര് കാച്ചിയിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഒരടപ്പെടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ എണ്ണയുടെയും ഇതിൻ്റെയൊക്കെ സ്വാദ് ഇതിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുന്നത്. കുറച്ച് നേരം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നേരത്തെ തന്നെയിലും കൺസിസ്റ്റൻസി ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ മോര് കാച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്നും കൂടെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അയയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തേക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ഹാപ്പി ഡിയേഴ്സ്. താങ്ക് യു.